السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട സ്ഥലം ഖത്തീബ് ബഹുമാനപ്പെട്ട അബ്ദുള്ള സഖാഫി ഉസ്താദ്, അതുപോലെ നമ്മുടെ ഈ ഒരു സദസ്സിലേക്ക് എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ നാട്ടുകാരനുമായ ബഹുമാനപ്പെട്ട EC കാർഗോ അഷ്റഫ് ക, അതുപോലെ എൻ്റെ ജീവിതത്തിലെ മദ്രസയിൽ എന്നെ നല്ല രൂപത്തിൽ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅസ്സിഹത്തി വൽ ആഫിയ, അതുപോലെ ഈ നാട്ടിലെ പ്രസിഡന്റ് അടക്കമുള്ള, സെക്രട്ടറി അടക്കമുള്ള നാട്ടിലെ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തിരുവസന്തത്തിൻ്റെ 1500 ആണ്ട് നേരത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ വർഷം മുഴുവനും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷമായത് എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ചതും പ്രിയ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അഹ്സനി അൽ കാമിൽ സഖാഫി ഉസ്താദ് അവരുകളാണ്. അവരുടെ ദർസ് നമ്മുടെ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമുള്ള ഒരു ദർസാണ്. നമ്മളൊക്കെ കേൾക്കാറുള്ളതുപോലെ മൂർത്തി ചിಕ್ಕದಾದರೂ കീർത്തി ದೊಡ್ಡದು, കാണാൻ ആള് ചെറുതാണെങ്കിലും വളരെ അധികം ഓതിപ്പഠിക്കുകയും നല്ല കിതാബൊക്കെ തിരിഞ്ഞ ഒരു ആലിമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചിലപ്പോൾ നാട്ടിലെ ആളുകൾക്ക് ആവശ്യം നല്ല ഹൈറ്റും വൈറ്റും തടി കൂടിയതും കുറച്ച് ഒച്ചയും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. എന്നാൽ നമ്മുടെ മക്കളെ മക്കളാക്കിയെടുക്കാൻ, അവർക്ക് യഥാർത്ഥമായ ശരിക്കുമുള്ള ഇൽമു പകർന്നു കൊടുക്കാൻ നല്ല കഴിവുള്ള ആലിമീങ്ങളെ തന്നെ തെരഞ്ഞെടുത്ത നമ്മുടെ ഈ ബലമുരി എന്ന് പറയുന്ന നാട്ടുകാർ, അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരു മഹല്ല് സംവിധാനം വലിയ ഒരു ഇസ്സത്തിലേക്ക്, ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഈ പരിപാടി ഈ രൂപത്തിലായി കാണാൻ വളരെയധികം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇനിയും നമ്മുടെ പരിപാടിയിലേക്ക് സമ്പത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഉസ്താദ് അവരുകൾ അറിയിക്കുകയും
ഇൻഷാ അല്ലാഹ് വക്കറ്റുമായി നമ്മുടെ പിഞ്ചുകുട്ടികൾ അവിടത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരു മഹല്ല് സംവിധാനം നല്ലൊരു ഇസ്സത്തിലേക്ക്, ഏറ്റവും ഉയർന്ന ഒരു രൂപത്തിലേക്ക് എത്തണമെങ്കിൽ 3 ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. 3 ഘടകങ്ങൾ ഇവിടെ അധ്വാനിച്ച് പ്രവർത്തിച്ചാൽ ആ മഹല്ല് ഏറ്റവും ഉയർന്നതായ ഉത്തമമായ ഒരു മഹല്ലായിട്ട് മാറും. ആരൊക്കെയാണത്? 1 ഉലമാണ്, രണ്ടാമത്തത് ഉമറാണ്, മൂന്നാമത്തത് പൊതുജനങ്ങളാണ്. ഉലമാക്കൾ നന്മ പറയുമ്പോൾ ഉമറാക്കൾ ആ നന്മയെ നടപ്പിലാക്കുകയും പൊതുജനങ്ങൾ അത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ മഹല്ല് ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ല ഒരു മഹല്ലായിട്ട് മാറും. ഈ 3 ആളുകൾക്കിടയിൽ വല്ല പ്രശ്നങ്ങളും വല്ല പ്രയാസങ്ങളും ഉണ്ടായിത്തീർന്നാൽ ആ മഹല്ല് നല്ലൊരു രൂപത്തിലേക്ക് എത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വലിയ ഉദാത്തമായ സന്ദേശമാണ് അലൈക്കും ബിൽ ജമാഅ. നിങ്ങൾ നന്മ ചെയ്യുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടണം എന്നുള്ളതാണ്. സംഘടനയുമായി നിങ്ങൾ ചേർന്ന് പിടിക്കണമെന്നാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വഇയ്യാകും വൽ ഫിർഖ, തീർച്ചയായും നിങ്ങൾ വ്യത്യസ്തരായി നിന്നാൽ, നിങ്ങൾ ഒത്തൊരുമിക്കാതെ നിന്നാൽ, ഫഇന്ന ശൈത്താന, തീർച്ചയായും ശൈത്താൻ എന്ന് പറയുന്ന ആ നമ്മുടെയൊക്കെ ശത്രുവായ ആ ശൈത്താൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അൽ വാഹിദ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നവന്റെ കൂടെ കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് അലൈക്കും ബിൽ ജമാഅ, നല്ലത് ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ കൂട്ടുകൂടണമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വഹുവ മിനൽ ഇത്നൈനി അബ്അദു, 2 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ, പല ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ, 100 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരുമിച്ച് കൂടി ചെയ്യുന്ന പ്രവർത്തനത്തിന് വലിയ ഫലമുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു, മൻ അറാദ ബുഹൂഹത്തൽ ജന്ന, ആരെങ്കിലും ഒരാൾ സ്വർഗത്തിന്റെ നടുത്തളം ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾ ഈ നന്മ ചെയ്യുന്ന വിഭാഗവുമായി കൂടിക്കൊള്ളട്ടെ എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ബലമുരി എന്ന് പറയുന്ന ഈ നാട്ടിൽ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഇവിടെ നന്മ ചെയ്യുമ്പോൾ അവരുടെ കൂടെ കൂടി നമ്മളും കൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായും നമ്മുടെ ഈ നാട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. ഈ കാണുന്ന പരിപാടി കേവലം ഇവിടെയുള്ള ഉസ്താദുമാർ മാത്രം തീരുമാനിച്ചാൽ പോരാ. നാട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഇതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ചാൽ ഇനിയും ഉയർന്ന രീതിയിൽ നമ്മുടെ നാടിനെ കൊണ്ടുപോവാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ബർക്കത്താണ് മുതഅല്ലിമീങ്ങൾ ആ നാട്ടിൽ വരിക എന്നുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ശറഹുൽ അഖായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ബഹുമാനപ്പെട്ട
തഫ്താസാനി റളിയല്ലാഹു അൻഹു മഹാനവരുകളെ രചിച്ച ആ ഗ്രന്ഥത്തിൽ കാണാം, ഇന്നൽ ആലിമ വൽ മുതഅല്ലിമ ഇദാ മർറ ബിഖൗമിൻ ഫഇന്നല്ലാഹ യർഫഉൽ അദാബ് അൻ മഖ്ബറതികൽ ഖറിയ 40 യൗമൻ. ഒരു ആലിം അല്ലെങ്കിൽ ഒരു മുതഅല്ലിം ഒരു നാട്ടിലൂടെ സഞ്ചരിച്ചു പോയാൽ 40 ദിവസം വരെ ആ നാട്ടിലെ ഖബറാളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട രചിച്ച ശറഹുൽ അഖായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. അപ്പോൾ ആ പിഞ്ചുകുട്ടികളായ മക്കൾ സ്വന്തം നാടും വീടും സ്വന്തം വാപ്പയെയും ഉമ്മയെയും ഒക്കെ വിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ചേർന്നാൽ, നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നിന്നാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം നമുക്ക് പിന്നീട് എവിടെ നിന്നാണ് ലഭിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുതഅല്ലിമീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വീണ്ടും നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം, ആ മുതഅല്ലിമിനിക്കോ അല്ലെങ്കിൽ ആലിമായ ഒരു മനുഷ്യനിക്ക് മരണമങ്ങ് വന്നാൽ, അദ്ദേഹം ഇൽമ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണമാസന്നമായാൽ, അദ്ദേഹം അതുകൊണ്ട് ഇസ്ലാമിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരേ ഒരു പദവിയാണ്. എന്ന് വെച്ചാൽ അമ്പിയാക്കൾക്കുള്ള അതേ സ്ഥാനം മുതഅല്ലിമായ ഒരു വിദ്യാർത്ഥിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ആലിമായ പണ്ഡിതനായ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകുന്നുണ്ട്. അമ്പിയാക്കളുടെ ദറജ ഒരു മുതഅല്ലിമിനിക്ക് ലഭിക്കുമ്പോൾ ആ മുതഅല്ലിമു നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സായതുകൊണ്ട് മാത്രം മുതഅല്ലിമീങ്ങളെ കുറിച്ച്, അവരുടെ മഹത്വത്തെ കുറിച്ചും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ലോകത്തിന്റെ നേതാവ് ഹബീബുനാ വ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സഹ്ബിഹി വസല്ലം, ആ തങ്ങളെ നമ്മൾ അതിയേറ്റ് ഇഷ്ക് വെക്കണം. നേരത്തെ എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ പറഞ്ഞതുപോലെ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വൽദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാവിനേക്കാൾ, നിങ്ങളുടെ സ്വന്തം പിതാവിനേക്കാൾ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. വിശ്വാസികളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് ഏറ്റവും കൂടുതൽ മഹബത്ത് ആരോടാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമാരോടാണ്? ഒരുപക്ഷെ സ്വന്തം മകനോടായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം മകളോടായിരിക്കും, അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന കാമുകന്മാരോടായിരിക്കും. എന്നാൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ കയറുന്നില്ല? എന്തുകൊണ്ട് ഹബീബിനോട് ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ ഖൽബിൽ വരുന്നില്ല? എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആ മഹബ്ബത്ത്, സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനവും അതിന്റെ തൈരീഫും അതിന്റെ ഡെഫിനിഷനും ഇന്ന് വളർന്നു വരുന്ന തലമുറയെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആ സ്നേഹം ആരോടാവണം? ആ പ്രണയം ആരോടാവണം? അത് എങ്ങനെയാവണം?
എന്നാണ് നാം പഠിക്കേണ്ടത്. മഹബ്ബത്തിൽ, സ്നേഹത്തിൽ പല ക്വാളിറ്റികളുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബിമാർ സ്നേഹിച്ചതുപോലെ, ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ തങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അവർ സ്നേഹിച്ചതുപോലെ, അവർ പ്രണയിച്ചതുപോലെ ഒരു പ്രണയം നമുക്ക് സാധിക്കാത്തതിന്റെ ഒരേ ഒരു കാരണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. ശരീഅത്താണ് പ്രാധാന്യം. ആ ശരീഅത്തനുസരിച്ച് മനുഷ്യനെങ്ങാനും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, കൃത്യമായ ആചാരം നിർവഹിക്കുന്നില്ല, ദിക്റുകൾ ചൊല്ലുന്നില്ല, സദഖ കൊടുക്കുന്നില്ല, സുന്നത്ത് നമസ്കാരങ്ങളും ഒഴിവാക്കുകയാണ്. ഇങ്ങനെ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ കഴിയാതിരുമ്പോൾ അയാളുടെ ഖൽബിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു ഊരിക്കളയുകയാണ്. ആ മഹബ്ബത്ത് ഹൃദയത്തിൽ നിന്ന് ഊരിക്കളഞ്ഞാൽ പിന്നീട് നാം പേടിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സത്യവിശ്വാസികൾ, നാളെ മഹ്ശറാബൻ സഭയിൽ വെച്ച് കോടാനുകോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, എവിടെയൊക്കെ കാലിടറി പതരാൻ സാധ്യതയുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ നാം രക്ഷിക്കാനുള്ള ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളാണ്. ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് പോയി കളഞ്ഞാൽ നാം പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറ ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? തെറ്റുകൾ ഇന്നൊന്നും ഒരു പ്രശ്നമല്ല, അരുതായ്മകൾ ചെയ്യുന്നതിന് പ്രശ്നമല്ല, ഗീബത്ത് പറയുന്നതിന് പ്രശ്നമല്ല, നമീമത്ത് പറയുന്നതിന് പ്രശ്നമല്ല, ഫിത്നയുണ്ടാക്കുന്നതിന് പ്രശ്നമല്ല, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പ്രശ്നമല്ല, ഹറാമുകൾ കാണുന്നത് പ്രശ്നമല്ല, ഹറാമിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നത് പ്രശ്നമല്ല. സോഷ്യൽ മീഡിയ വ്യാപിച്ച കാലമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ അശ്ലീലങ്ങൾ കാണുന്നതൊരു പ്രശ്നമല്ലാതെയായി കാണുമ്പോൾ ആ മനുഷ്യന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അങ്ങ് ഊരിക്കളയുകയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, എന്റെ ഹബീബിനോട് എനിക്ക് സ്നേഹം വരാത്തത്. മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ്, അനുരാഗത്തിന്റെ അലമാലകൾ 1000 വട്ടം മാർത്തടിക്കുന്ന സ്നേഹപ്രപഞ്ചത്തിന്റെ പ്രകഷ്ട വികാരങ്ങളെ മുഴുവനും മാറ്റി നിർത്തിക്കൊണ്ട് കാലഘട്ടങ്ങൾ അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള വിശുദ്ധ കലാം, അതിന്റെ ബാലോവരുടെ മുഴുവനും മീമാംസയാകുന്ന താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, ആ തങ്ങളോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ പതിയാതിരിക്കാനുള്ള കാരണം ഇന്നത്തെ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതമുണ്ടല്ലോ, അത് ഹറാമിന്റെ ജീവിതമാണ്. ഹറാമിലായി ജീവിക്കുമ്പോൾ, തെറ്റിലായി ജീവിക്കുമ്പോൾ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു ഊരിക്കളയും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ആ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഹറാമും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ കൈ കൊടുത്ത് ആ ഹബീബിന്റെ പാദം എന്റെ കൈ കൊണ്ട് സ്പർശിച്ചത് മുതൽ പിന്നീട് എന്റെ ആ കൈ കൊണ്ട് ഞാൻ എന്റെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിച്ചില്ലേ? പ്രിയമുള്ള സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, മഗ്തബതു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. ഗീബത്ത് പറയുക, പരദൂഷണം പറയുക, ഏഷണി പറയുക, മറ്റുള്ളവനെ കുറ്റപ്പെടുത്തൽ ഹറാമാണെന്ന് എനിക്ക് അറിഞ്ഞത് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരേ ഒരാളെയും ഒരു വ്യക്തിയെയും ഞാൻ എന്റെ ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, ആ മഹാന്മാർ ജീവിച്ചതായ ഒരു ജീവിതം ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലേ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വലിയ ആബിദായി തീരണമെങ്കിൽ, നിങ്ങൾ വലിയ സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ, ഇത്തഖിൽ മഹാരിമാ തകുൻ അബ്ദന്നാസ്, ഹറാം സൂക്ഷിച്ച് ജീവിച്ചാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദായി തീരും. ഒരുപാട് നിസ്കാരം നിർവഹിക്കലല്ല, ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കലല്ല, അതൊക്കെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹറാമുകൾ ഒഴിവായാൽ തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലെത്തുമെന്ന് നമ്മോട് പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട ഖാദി അബൂ ശുജാ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രായപൂർത്തിയെത്തിയത് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ആ ഒരു മഹാന്മാരൊക്കെ ജീവിച്ചതായ ഒരു ജീവിതം, തെറ്റില്ലാതെ, തിന്മയില്ലാതെ, സിനയില്ലാതെ, വ്യഭിചാരമില്ലാതെ, ഹറാമില്ലാത്ത ഒരു ജീവിതം നമ്മെ കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ ഒന്നാമത്തെ കാരണമാണ് തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. മറ്റൊരു വലിയ ഒരു കാരണമാണ് കസ്റത്തു ശൗഖി ഇലാ ലിഖാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം നമ്മുടെ കൽബിൽ വേണം. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ എണീറ്റ് നടക്കുന്ന സമയത്ത് വഴിമധ്യ വെച്ച് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് ചോദിക്കുന്നു, എന്താണ് സിദ്ദീഖേ തങ്ങൾ ഇങ്ങ് രാത്രിയിൽ ഇറങ്ങിയത്? ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല നബിയെ, തങ്ങളെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയാണ് എന്ന് തങ്ങളെ കാണാൻ വേണ്ടി അത്രയും അധികം ആഗ്രഹിച്ച ഒരു നേതാവ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, തിരിച്ചു പോകുന്നു, വരുന്നു, തിരിച്ചു പോകുന്നു. ആ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കോലം കണ്ടപ്പോൾ, സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വേഷം കണ്ടപ്പോൾ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. യാ സൗബാൻ അബിക മറദ്, നിനക്ക് രോഗമുണ്ടോ? നിനക്ക് രോഗമുണ്ടോ സൗബാനെ? എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ തളർന്നിരിക്കുന്നത്? ശരീരമാകെ മെലിഞ്ഞു പൊട്ടിയിരിക്കുകയാണല്ലോ, ശരീരമാകെ ക്ഷീണിതരാണല്ലോ.
ഇത്രയും തളർന്ന ഒരു രൂപത്തിലേക്ക് എത്താനുള്ള കാരണം രോഗമുണ്ടോ സൗബാനെ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ മഹാനവരികൾ പറയുന്നു, അതേ നബിയേ, ഞാൻ രോഗിയാണ്. ആരാണെന്നറിയുമോ? അനദനിഫുൻ, ഞാൻ പ്രണയ രോഗിയാണ് നബിയേ. എനിക്കങ്ങോട് വല്ലാത്ത പ്രണയമാണ് നബിയേ. എനിക്കങ്ങോട് വല്ലാത്ത മഹബ്ബത്താണ് നബിയേ. എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. ആ സ്നേഹം എവിടെയെന്നാണെന്നറിയുമോ? അല്ലയോ തങ്ങളെ, തങ്ങൾ ഈ ലോകത്തോട് വിട പറയും, ഞാനും ഈ ലോകത്തോടങ്ങ് വിട പറയും. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർന്ന ഒരു പൊസിഷനിലാണ്, ഉയർന്ന ഒരു സ്ഥാനത്തിലാണ്. ഞാനാണെങ്കിലോ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലാണ്. അവിടെ വെച്ച് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ള പേടിയിലാണ്, എന്നുള്ള ബേജാറിലാണ്, എന്നുള്ള വിഷമത്തിലാണ് തങ്ങളെ. അതുകൊണ്ട് ഞാൻ കരഞ്ഞു 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 വല്ലാത്ത ക്ഷീണിക്കുകയാണ്. എന്റെ ശരീരം മെലിഞ്ഞൊട്ടിയിരിക്കുകയാണ്. എന്റെ ശരീരം യെല്ലോ കളറിലേക്ക്, മഞ്ഞ നിറത്തിലേക്ക് മാറിയിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു ആ പ്രണയത്തിന്റെ വാക്ക് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ ആ ഹബീബിനെ അവിടുത്തെ സ്വഹാബിമാർ സ്നേഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? മാനിംതു നൗമൻ ഇല്ലാ റഅയ്തു ഫീഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ രാത്രിയിലും ഞാൻ ഉറങ്ങിയിട്ടില്ല, ഒരു രാത്രിയിലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടല്ലാതെ ആ തങ്ങളെ കാണാനുള്ള കസ്റത്തു ശൗഖി ഇലാ ലിഖാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം നമുക്ക് വേണം. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കണ്ടില്ലേ? ആ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ മുഖത്തിലൊരു ടെൻഷൻ കാണുന്നില്ല. സഹാബിമാർ ചോദിക്കുന്നു, ലോകത്തിന്റെ നേതാവ് വിട പറഞ്ഞപ്പോൾ എന്താണ് അനസേ നിങ്ങളുടെ മുഖത്തിൽ ടെൻഷൻ കാണാത്തത്? എന്താണ് മുഖത്തിൽ ദുഃഖം കാണാത്തത്? എന്താണ് അങ്ങ് പ്രയാസപ്പെട്ട് നിൽക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറയുന്നു, ഞാൻ എന്തിനു വിഷമിക്കണം? മരണപ്പെട്ടത് മുതൽ എല്ലാ രാത്രിയും ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എന്നും കാണുന്നുണ്ടല്ലോ, പിന്നെന്തിന് ഞാൻ വിഷമിക്കണം? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഒരു ചോദ്യം അങ്ങ് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ശിഷ്യന്മാർ എന്താണ് ചോദ്യം ചോദിക്കുന്നത്? ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത ആളുകളുണ്ടല്ലോ, അരുതായ്മകൾ ചെയ്ത ആളുകളുണ്ടല്ലോ, തിന്മകൾ ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അങ്ങ് പറയുന്നുണ്ട്, ആ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിന്മ ചെയ്ത ആളുകൾക്കും തെറ്റ് ചെയ്ത ആളുകൾക്കും ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റും. ലോകത്തിന്റെ നേതാവ് സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും കാണുന്നതാണ്. അതുകൊണ്ട് കാണാൻ കസ്റത്തു ശൗഖി ഇലാ ലിഖാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം നമ്മുടെ കൽബിലുണ്ടാവണം. ആ ആഗ്രഹം നമ്മുടെ കൽബിൽ വരണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിന്മയിൽ നിന്ന്, തെറ്റിൽ നിന്ന്, ഹറാമിൽ നിന്ന് നാം മാറി നിൽക്കണം. അങ്ങനെ മാറി നിന്നാലേ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്ര ഉമ്മമാരാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് കണ്ടിട്ടുള്ളത്. 15 വയസ്സ് പ്രായമായപ്പോൾ സ്വന്തം മാതാവിന്റെ അരികിലേക്ക് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ 15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. അവിടുന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്കങ്ങ് പ്രായപൂർത്തിയായിട്ടുണ്ട്. അപ്പോഴാണ് അവിടുന്ന് ആ ഉമ്മ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെന്ത് പ്രായപൂർത്തിയാണ്, പിന്നെന്ത് പക്വതയാണ് നിനക്ക്? നീ ഇപ്പോഴും കുട്ടിയാണ്, നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നവിടുന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി തിരികെ പോവുകയാണ്. തിരിച്ച് രണ്ടാമതൊരു വരവ് വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു ഉമ്മ. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, അസ്ബഹത റജുല, മോനെ, ഇപ്പൊ നീ ഒരു ആൺകുട്ടിയായി, ഇപ്പോഴാണ് നിനക്ക് പ്രായപൂർത്തിയായത്. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ആ ഉമ്മയുടെ ഈമാൻ നോക്കൂ, ആ കുട്ടിയുടെ ഈമാൻ നോക്കൂ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചതാണ്. ആ ഹബീബിനെ കാണാൻ വേണ്ടി നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ വെള്ളിയാഴ്ച രാവാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു വസന്തം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. രണ്ടാം വസന്തം എന്നറിയപ്പെടുന്ന അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവലുകളുടെ മാസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയിലാണ്, വെള്ളിയാഴ്ച രാവിലാണ് ആ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ പതിയാൻ, ആ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ചെയ്യേണ്ട മറ്റൊരു അമലാണ് കസറത്തു ദിക്രിഹി. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ബഹുമാനപ്പെട്ട അഹ്മദ് സവാദി റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകളുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവരുകൾ എല്ലാ ദിവസവും 40,000-ഓളം വരുന്ന സ്വലാത്ത് ആ മഹാനവരുകൾ ദിവസവും ചൊല്ലാറുണ്ടായിരുന്നു. ദിവസം ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്ന, ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്ന നമ്മൾ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത്? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്തറഹും അലയ്യ അസ്സലാ. നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് ഏറ്റവും ഞാനുമായി ബന്ധപ്പെട്ട ആളാരാണെന്നറിയുമോ? എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളാരാണ്? അയാളുമായിട്ട് ഞാൻ ഏറ്റവും ബന്ധത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായിട്ട് നമുക്ക് സ്വപ്നത്തിൽ കാണണമെങ്കിൽ ആ ഹബീബിന്റെ കൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്ത് അങ്ങ് ചൊല്ലണേ. ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകളുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവരുകൾ എല്ലാ സമയത്തും ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ വാതിൽക്കലേക്ക് വരികയാണ്. തങ്ങളെ ഒന്ന് എത്തി നോക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീണ്ടും വന്ന് എത്തി നോക്കുന്നു. പിന്നീടും തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ചോദിച്ചത്, എന്താണ് സയ്യിദേ ഇങ്ങനെ കളിക്കുന്നത്? എന്താണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, അല്ലയോ തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹമാണ്. വീട്ടിലിരുന്നൊരു സമാധാനം എനിക്കില്ല, മനസ്സമാധാനമില്ല. ആ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെയാണല്ലോ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചത്. അതുകൊണ്ട് ആ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിന്റെ ഗത്തട്ടിൽ നിന്ന് പ്രണയിക്കാൻ, ഇഷ്ക് വെക്കാൻ, സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിൽ ഇനിയും ദുആയും അതുപോലെ തന്നെ ഒരൽപ്പം സലാത്തുകളൊക്കെ നടക്കാനിരിക്കുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയേറ്റി ഇഷ്ക് വെക്കാനും മഹബ്ബത്ത് വെക്കാനും കൽബിന്റെ ഗത്തട്ടിൽ നിന്ന് പ്രണയിക്കാനും ഒരുപാട് സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.